നിങ്ങളറിഞ്ഞു സന്തോഷവാർത്ത, നിങ്ങളറിഞ്ഞു സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. കണ്ണു ചിമ്മി മിന്നും താരകങ്ങളോതും സ്നേഹഗാഥയാണിതാ. Baby from heaven, you have come to offer us peace and love. Join now in the song of praise on this happiest day of days. നാവിന്റെ ശോഭയിൽ പിറന്നൊരുങ്ങി ഭൂമി, താരങ്ങൾ ചാരുന്ന വർണ്ണങ്ങളാലോ ചാലകം തീർക്കമായി. 1000 രാഗങ്ങൾ മാലകമായുന്ന ആലപിച്ചാസുതിനെ സാന്താമാവേരാവിൽ പൊന്നുണ്ണി നിന്നെ ഞാൻ താരാട്ടുപാടി ഉറക്കാം. സുന്ദരസൂര്യവാൻ കാലിക്കൂട്ടിൽ പിറന്ന മേരി നല്ലരനെ കണ്ണുവഴങ്ങിടുവാൻ. നിങ്ങളറിഞ്ഞു സന്തോഷവാർത്ത, നിങ്ങളറിഞ്ഞു സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. നിങ്ങളറിഞ്ഞു സന്തോഷവാർത്ത, നിങ്ങളറിഞ്ഞു സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. വിണ്ണിലും മണ്ണിലും ഉത്സവമേളമായി രാജാവിന്റെ തിരുജനനം വിളംബരമായിതാ. വിണ്ണിലും മണ്ണിലും ഉത്സവമേളമായി രാജാവിന്റെ തിരുജനനം വിളംബരമായിതാ. ഓടിയെത്തിയ ജപാലകർ, തേടിയെത്തിയ പണ്ഡിതർ, ഓടിയെത്തിയ ജപാലകർ, തേടിയെത്തിയ പണ്ഡിതർ, പാട്ടുപാടിയും നൃത്തമാടിയും രാജരാജനെ വാഴ്ത്തി. പാട്ടുപാടിയും നൃത്തമാടിയും രാജരാജനെ വാഴ്ത്തി. ഉൾത്തൊഴുത്തിലെ ദേവജാതനെ ഏവരും ആദരിച്ചു. ഉൾത്തൊഴുത്തിലെ ദേവജാതനെ ഏവരും ആദരിച്ചു. നിങ്ങളറിഞ്ഞു സന്തോഷവാർത്ത, നിങ്ങളറിഞ്ഞു സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. പാവനമാണീ രാത്രി, സ്നേഹം നിറഞ്ഞ രാത്രി, പുതിയൊരു ഗാനം പുതിയൊരു താരം ബേത്ലഹേമിലുയർന്നു. പാവനമാണീ രാത്രി, സ്നേഹം നിറഞ്ഞ രാത്രി, പുതിയൊരു ഗാനം പുതിയൊരു താരം ബേത്ലഹേമിലുയർന്നു. സന്തോഷവാർത്ത, സ്വർഗീയ വാർത്ത, സന്തോഷവാർത്ത, സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. വന്നു രക്ഷകൻ
നിങ്ങൾക്കായിതാ ശാന്തി ശാന്തി ദൂതുമായി മശിഹ ഭൂമിയിൽ പിറന്നു ശാന്തി ശാന്തി ദൂതുമായി മശിഹ ഭൂമിയിൽ പിറന്നു ചിമ്മി മിന്നും താരകങ്ങളോതും സ്നേഹഗാഥയായിതാ മണ്ണിൽ വന്നുദിച്ച പൊന്നിൻ സൂര്യനാളമേഘം പൊൻപ്രഭാതമായിതാ മേഘവേദിയിൽ അലയായലിങ്ങിടും ഒരു താരാട്ടുപാട്ടിൻ ഈണമായിതാ Gloria, 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 ഇലകളിൽ തളിരിടും ഇളവയിൽ കിരണമായി ശിശിരമൻ കഥനവീതിയിൽ കുളിരുമേ മരുവിലും തളരുമേ തനുവിലായി പുലരുമേ കളിവിനാളമോ നിലാവിതിൽ തഴുകും വീണമോ നിലാമയം ഈ ഉലകിൻ സാധന നിദാനമാ സ്നേഹധാരയായി നിലവിന്റെ നാദമായിതാ Gloria, 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 ഇരുളലിൽ എരിയുമീ കനലിലും കടലിലായി തെളിയുമീ കനകനാളമായി അലയതിൽ അലരതായി അഴലിതിൽ അരുമയായി അലിവിതിൽ സഹനതാരമായി അനാദിയോ വചനദീപമോ അഗാധമോ നവജീവധാരയാ ത്രിയേകനാ ലോകനാഥനായി കഴിവിന്റെ ഈണമായിതാ Gloria, 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 Gloria. Oh baby rock, rock, rock your little baby, rock your child in the stable tonight. Oh Mary rock.
shepherds travel from far and wide just to kneel at the baby's side. Oh Mary, rock, Mary, Mary, rock your little baby. Little child in the stable oh tonight. Mary, rock, Mary, Mary, rock your little baby. Rock your baby in the heavenly light. Holy baby from heaven, oh, you have come to offer us peace and love. joy Now in the song of praise on this happiest day of days. oh Mary, rock, Mary, Mary, rock your little baby. Little child in the stable tonight. Mary, rock, Mary, Mary, rock your little baby. Rock your baby in the heavenly light. Mary, rock, Rock your baby, baby oh tonight. Mary, rock, Your baby, baby tonight. Mary, rock, Rock your baby tonight. Rock your baby in the holy night. oh Mary, rock, Mary, Mary, rock your little baby. Little child in the stable tonight. Mary, Mary, rock your little baby. Rock your baby in the heavenly light. നിന്റെ ശോഭയിൽ പിറന്നൊരുങ്ങി ഭൂമി. താരങ്ങൾ ചാരുന്ന വർണ്ണങ്ങളാലോ ചാലകം തീർക്കമായി. 1000 രാഗങ്ങൾ മാലകമായുന്ന ആലപിച്ചാസ്വദിനേ. 1000 രാഗങ്ങൾ മാലകമായുന്ന ആലപിച്ചാസ്വദിനേ. തിളങ്ങും പൊന്മേടയില്ല മഞ്ഞനു വന്നു പിറക്കാൻ. സൗഗന്ധ പ്രസൂനത്തിൽ മഞ്ചലിയ മേനിക്കു പള്ളിയുറങ്ങാൻ. ശീലങ്ങൾ മാത്രമോ ഈ കാറ്റുമഞ്ഞിനെ മാറ്റുവാൻ. സുരലോകമേ തിരി വന്നു സുഗതേ. നിന്റെ ശോഭയിൽ പിറന്നൊരുങ്ങി ഭൂമി. താരങ്ങൾ ചാരുന്ന വർണ്ണങ്ങളാലും ചാലകം തീർക്കമായി. 1000 രാഗങ്ങൾ മാലകമായുന്ന ആലപിച്ചാസ്വദിനേ. 1000 രാഗങ്ങൾ മാലകമായുന്ന ആലപിച്ചാസ്വദിനേ. പാട്ടുമായി കോകിലങ്ങൾ പാട്ടുകൾ പാടിയെന്ന് നീരാട്ടുവേടിഞ്ഞാലും രംഗങ്ങളും സർവേശ്വര പാദങ്ങളിൽ സുവാർത്ത കേട്ട ജപാലകൾ സമ്മോദമോടെ ഗമിച്ച ഒരു പൈതലെ പശുക്കൂടവിൽ വണങ്ങാം.
ശോഭയിൽ പിറന്നൊരുങ്ങി ഭൂമി. താരങ്ങൾ ചാരുക വർണ്ണങ്ങളാൽ ചാലകം തീർക്കണ 1000 രാഗങ്ങൾ മാലകമാരുന്ന ആലപിച്ചാസുദിനേ. 1000 രാഗങ്ങൾ മാലകമാരുന്ന ആലപിച്ചാസുദിനേ. തെന്നലിലാടിവൻ പൂമരങ്ങൾ വെഞ്ചാമരം വീശി നിന്നു. നൽചിഹ്നമായി നീ പൊൻതാരകവും പൂവണ്ണർക്കു കാഴ്ചയേകാ. അശാന്തമേദിനിയാകെയും പ്രശാന്തിനാദമുയർത്തുക പിറന്നീയും കിഴക്കോലമോ നമുക്കാ. ശോഭയിൽ പിറന്നൊരുങ്ങി ഭൂമി. താരങ്ങൾ ചാരുക വർണ്ണങ്ങളാലും ചാലകം തീർക്കണ 1000 രാഗങ്ങൾ മാലകമാരുന്ന ആലപിച്ചാസുദിനേ. 1000 രാഗങ്ങൾ മാലകമാരുന്ന ആലപിച്ചാസുദിനേ.
മാവേരാവിൽ പൊന്നുണ്ണി നിന്നെ ഞാൻ താരാട്ടുപാടി ഉറക്കാം. തെന്നൽ ഉറങ്ങുമ്പോൾ നെഞ്ചാരി മന്ദമായി ഗാനം രാഗം ശ്രുതിയിൽ മൂളാം. സുന്ദരസൂനുവാൻ കാലിക്കൂട്ടിൽ പിറന്ന മേനി നല്ലരനെ കണ്ണുവഴങ്ങിടുവാൻ പോയിടം കൂട്ടരെ വേഗത്തിൽ പോയിടാം. ബേത്ലഹേമിലും നീ ദർശിപ്പാം. ഇന്നു ജാതനായി നമുക്കായി ജാതനായി പാടുവിൻ ഉച്ചത്തിൽ ഒന്നു ചേർന്നു നാം. കുന്തുരുക്കവും കാഴ്ചവെച്ചതാ വിദ്വാൻമാരവർ എന്തു നൽകുന്ന തിരുമുൽ കാഴ്ചയാ നമ്മെ തന്നെ പൂർണ്ണമായി നൽകാം. ഇന്നു ജാതനായി നമുക്കായി ജാതനായി പാടുവിൻ ഉച്ചത്തിൽ ഒന്നു ചേർന്നു നാം. രക്ഷിതാവേ പാപികളാം ഞങ്ങൾക്കായി കന്യകയിൽ പിറന്ന പൊന്നുനാഥനേ എന്നുടെ ഹൃദയത്തിൽ നീ ഇന്നു പിറക്കണമേ. ലോകത്തിൻ വെളിച്ചമായിടാം. ഇന്നു ജാതനായി നമുക്കായി ജാതനായി പാടുവിൻ ഉച്ചത്തിൽ ഒന്നു ചേർന്നു നാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് കാലം സമാഗതമാകുകയാണ്. ലോകമെങ്ങും പ്രാർത്ഥനാപൂർവം 2025 വർഷത്തെ ക്രിസ്മസ് നാളുകളെ വരവേൽക്കുവാനായി ഒരുങ്ങുമ്പോൾ നമുക്കും ആ ധന്യനിമിഷത്തിന് സാക്ഷികളാകാം. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കർത്താവായ യേശുക്രിസ്തു വന്നു പിറന്നത് ഈ ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മകളും നൽകിക്കൊണ്ടായിരുന്നു. ലോകക്രമങ്ങളെല്ലാം വളരെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സാഹചര്യത്തിൽ ഭയപ്പാടോടും വളരെയധികം സങ്കീർണതകളോടും കൂടിയ പാലസ്തീനിലായുള്ള ചുറ്റുപാടിലുമാണ് യേശുക്രിസ്തു രക്ഷകനായി ഭുജാതനാകുന്നത്. ആ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് പകർന്നു കൊടുക്കേണ്ടത് ക്രൈസ്തവ സാക്ഷ്യമായിട്ട് നാം ഉൾക്കൊള്ളണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷവും ലൂക്കോസ് എഴുതിയ സുവിശേഷവുമാണ് യേശുക്രിസ്തുവിൻ്റെ ജന്മ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് വെളിവാക്കി തരുന്ന ബൈബിളിലെ 2 പുസ്തകങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു നൽകുമ്പോൾ, മത്തായി തൻ്റെ സുവിശേഷത്തിലൂടെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം ഈ ലോകത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ ആ കുടുംബത്തിൽ സംഭവിച്ച
ചില യാതനകളുടെ അനുഭവത്തെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോസെഫും മറിയയും ശിശുവായ യേശു കർത്താവും അന്ന് അനുഭവിച്ച പ്രതിസന്ധിയുടെ അനുഭവങ്ങളെക്കുറിച്ചാണ്. യോസെഫ് തൻ്റെ ജീവിതത്തിലൂടെ യുക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ദൈവകൽപ്പനയെ മാനിച്ചുകൊണ്ട് ആ സങ്കീർണമായ സാഹചര്യങ്ങളെല്ലാം അതിജീവിപ്പാനായിട്ട് ഒരുങ്ങിയെന്ന് നമുക്ക് ആ വചനങ്ങളിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. വിദ്വാൻമാർ കടന്നു വന്ന് കാഴ്ചവസ്തുക്കളെല്ലാം അർപ്പിച്ച് മടങ്ങിപ്പോകുമ്പോൾ യോസെഫിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് യോസെഫിനോട് പറയുകയാണ്, നിങ്ങൾ മടങ്ങി ബേത്ലഹേമിലേക്കല്ല പോകേണ്ടത്, നിങ്ങൾ മടങ്ങി മിസ്രയീമിലേക്ക് പോകണമെന്നുള്ള ഒരു അരുളപ്പാടുണ്ടാകുകയാണ്. കാരണം ഹെരോദ രാജാവ് ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളയുവാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ അവിടെ യോസെഫ് ദൈവകൽപ്പനയെ മാനിച്ചുകൊണ്ട് മിസ്രയീമിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു യാത്ര ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ വിശ്വാസയാത്രയായിട്ട് നാം കാണുകയാണെങ്കിൽ അവരതിജീവിച്ച ആ പ്രശ്നങ്ങളെന്ന് പറയുന്നത് വളരെ നിർണായകമായ കാര്യങ്ങളാണ്. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മാത്രമേ പ്രത്യാശയുടെ തീരത്തേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് അവിടെ വേദവചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യോസെഫിൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ മറിയ ഗർഭവതിയായിരിക്കുന്നു എന്ന് അറിയുന്നത് നിമിഷം മുതൽ യേശുക്രിസ്തുവിൻ്റെ ജനനവും വളർച്ചയും തുടർന്നുള്ള ജീവിത സാഹചര്യങ്ങളുമെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു ചരിത്രമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 3 സന്ദേശങ്ങളാണ് ഇതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനായിട്ടുള്ളത്. ഒന്നാമതായി, ദൈവകൽപ്പനയെ അനുസരിച്ച യോസെഫിനെയും കുടുംബത്തെയും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്തെല്ലാം അരുളി ചെയ്തുവോ അതെല്ലാം അനുസരിക്കുവാനുള്ള ഒരു സന്നദ്ധത യോസെഫിൻ്റെ ജീവിതത്തിലുണ്ടായി. അത് ഒരു നന്മയായി കണക്കിടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമതായി, മാറിപ്പോകേണ്ടുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നുള്ളതും അത് നാം വിധേയത്വത്തോടുകൂടെ ഉൾക്കൊള്ളണമെന്നുള്ളതും യോസെഫ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രാജാവിൻ്റെ ആ കൽപ്പനയെ ഉൾക്കൊണ്ടുകൊണ്ട് ബെത്ലഹേമിലേക്ക് അല്ലെങ്കിൽ യെരുശലേമിലേക്ക് മടങ്ങി വന്നാൽ ഉണ്ടാകുന്ന ആ ഒരു ദോഷത്തെ ഓർമ്മിച്ചുകൊണ്ടും യോസെഫ് ദൈവിക അരുളപ്പാടിനെ സ്വീകരിക്കുകയാണ്. വിശ്വാസ ജീവിതാനുഭവങ്ങളിൽ നാം അടഞ്ഞു പോകുന്ന പല വാതിലുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കും മാറിപ്പോകുവാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം. അവിടെ യോസെഫ് മിസ്രയീമിലേക്കും മിസ്രയീമിൽ നിന്ന് ഗലീലയിലേക്കും ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്കുമുള്ള യാത്രകളിലൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വിശ്വാസ അനുഭവങ്ങളിൽ നാമും പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതയാത്രകൾ ധന്യമായി തീരുമെന്ന് അവിടെ ഓർപ്പിക്കുകയാണ്. മൂന്നാമതായി, ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന യോസെഫും കുടുംബവും നമുക്ക് മുന്നിൽ നൽകുന്നത് വലിയൊരു ശ്രേഷ്ഠമായ മാതൃകയാണ്. ദൈവിക വചനത്തെ ഉൾക്കൊള്ളുവാൻ, ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വിധേയപ്പെടുവാൻ യോസെഫ് എപ്പോഴും ഒരുക്കമുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതയാത്ര സഫലമായി തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമ്മുടെയും ജീവിതം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും പതറിപ്പോകാതെ അനുസരണവും വിധേയത്വമുള്ളവരായിരിക്കാനും
മാറിപ്പോകേണ്ടുന്ന ഇടങ്ങളിൽ വിശ്വാസ വഴികളിൽ മാറി സഞ്ചരിക്കുവാനും പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങളെ ദൈവഹിതപ്രകാരം അതിജീവിക്കുവാനും നമുക്ക് കഴിയണം. അങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ നാളുകളെ അർത്ഥവത്താക്കാം. അതിനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ഏവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസും പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ആമേൻ.